ഇടയ്ക്കിടെ ചെവിയിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഇത് ടിനിറ്റസ് എന്ന രോഗലക്ഷണമാണ്. ഞാൻ ഡോക്ടർ അഷിത, കൺസൾട്ടൻറ്റ് ENT സർജൻ, SK ഹോസ്പിറ്റൽ, എടപ്പഴഞ്ഞി. ടിനിറ്റസ് എന്നത് ചെവിയിൽ ഇങ്ങനെ മൂളലോ മുഴക്കമോ മണിയടിക്കുന്നത് പോലെയുള്ള ശബ്ദമോ കടലിൻ്റെ ഇരമ്പോ കേൾക്കുന്നത് പോലെയോ തോന്നുന്നതാണ്. ഇതൊരു രോഗമല്ല, പക്ഷെ ഒരു രോഗലക്ഷണം മാത്രമാണ്. കാരണം ടിനിറ്റസ് പല രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്നു. ചെവിയിൽ വാക്സ് നിറയുന്നത് തൊട്ട് ചെവിയുടെ ഇൻഫെക്ഷൻ, ചെവിയുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ ടിമ്പാനിക് മെംബ്രെയിനിൽ സുഷിരം വീഴുന്നത്, ദശ വളരുന്നത്, ചെവിയുടെ ഉള്ളിലുള്ള എല്ലുകളുടെ കേടുപാടുകൾ, ട്യൂമർ പോലും ടിനിറ്റസിന് കാരണമാകുന്നു. പക്ഷേ ടിനിറ്റസുമായി വരുന്ന പല രോഗികളിലും മെയിൻ റീസൺ ആയിട്ടുള്ളത് ചെവിയുടെ ഹിയറിംഗ് ഓർഗനായ കോക്ലിയ അല്ലെങ്കിൽ ഹിയറിംഗ് നെർവായ കോക്ലിയർ നെർവിന് വരുന്ന ഡാമേജാണ്. ഇത് പല കാരണങ്ങളാവാം. പ്രായം കൂടുമ്പോൾ വരുന്ന ഡാമേജ്, എന്തെങ്കിലും ട്രോമ, ആക്സിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന ഡാമേജ്, അല്ലെങ്കിൽ നോയ്സ് കൂടുതലായിട്ട് കേൾക്കുന്നത് കൊണ്ടുള്ള ഡാമേജ്, ഏതെങ്കിലും മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും നെർവിനും കോക്ലിയയ്ക്കും ഡാമേജ് സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ടിനിറ്റസ് ഇറിറ്റേറ്റിംഗ് മാത്രമല്ല, ആങ്സൈറ്റി ഉണ്ടാക്കുകയും ഉറക്കമില്ലായ്മ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ടത് ഇത് ബ്രെയിൻ ട്യൂമറായ അക്കൗസ്റ്റിക് ന്യൂറോമയുടെ രോഗലക്ഷണം കൂടിയാണ് എന്നുള്ളതാണ്. ടിനിറ്റസിന്റെ ട്രീറ്റ്മെന്റ് എന്ത് രോഗം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നതിൽ തുടങ്ങുന്നു. ഇതിനായി ഓഡിയോളജിക്കൽ ടെസ്റ്റുകൾ, CT സ്കാൻ, MRI സ്കാൻ എന്നിവ ഉപയോഗപ്പെടുന്നു. ടിനിറ്റസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ രോഗം ഭേദമാക്കുന്നതിലൂടെ ടിനിറ്റസ് പൂർണ്ണമായും കുറയുന്നു. അതല്ല, നെർവ് ഡാമേജ് കൊണ്ടാണ് ടിനിറ്റസ് ഉണ്ടാകുന്നത് എങ്കിൽ ടിനിറ്റസ് റീട്രെയിനിങ് തെറാപ്പിയോ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിന്റെ ഉപയോഗം കൊണ്ടോ ടിനിറ്റസ് കുറയ്ക്കാവുന്നതാണ്. ടിനിറ്റസ് സ്ഥിരമായി നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ അവഗണിക്കാതിരിക്കുക. ഒരു ENT ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. സീക്ക് ഹെൽപ്പ്, സ്റ്റേ ഹോപ്പ്ഫുൾ. Let world's wonderful sound make center stage again, not tinnitus.